ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ്. എൻ്റെ പ്രഗ്നൻസി ഡെലിവറി വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നൊരു ദിവസമാണ്. സാധനങ്ങളൊക്കെ എടുത്ത് ബേബിയെ സെറ്റാക്കി ഞങ്ങൾ ഇറങ്ങി. മിറ്റൻസ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ അപ്പം മുഖം മാന്തി പറിക്കലാണ് ബേബിയുടെ പരിപാടി. എൻ്റെ ഡെലിവറി സ്റ്റോറിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് കിംസിനടുത്തായിട്ട് തന്നെ ഒരു ഫ്ലാറ്റ് ഞങ്ങൾ റെൻറ്റിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡ്യൂ ഡേറ്റ് ഓഗസ്റ്റ് 21 ആയ കാരണം ആ ഫുൾ മന്താണ് ഞങ്ങൾ ബ്ലോക്ക് ചെയ്തത്. കാരണം ഡ്യൂ ഡേറ്റിന് 2 വീക്സ് മുന്നോട്ടോ പിറകോട്ടോ ആകാമല്ലോ നമ്മുടെ ഡെലിവറി ഡേ. അങ്ങനെ ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രസവരക്ഷയുടെ സ്ലോട്ട് തന്നു കഴിഞ്ഞാൽ 4:30 ആകുമ്പോൾ വീട്ടിലെത്തിയാൽ അവിടെ ഉപയോഗിച്ച തോർത്തുകളൊക്കെ അപ്പം തന്നെ കൊണ്ടുവന്ന് കുത്തിപ്പിഴിഞ്ഞ് ഉണക്കാനിടും. അപ്പോൾ ആ ഫ്ലാറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ചെറിയൊരു കിച്ചൺ സ്പേസും അതേപോലെ ഒരു ലിവിങ് ഏരിയ. ഈ ഒരു ലിവിങ് റൂമിൻ്റെ നമുക്ക് സോഫ, TV, അതേപോലെ നല്ല വ്യൂ. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ടെറസിലും നല്ല സ്പേസ് ആട്ടോ. അവിടെ ഞങ്ങൾ പോയി നടക്കുകയും പിന്നെ ചില സമയത്ത് തുണി വിരിക്കാനും ഒക്കെ മേളിൽ പോകാറുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ബെഡ്റൂം ഉണ്ടായിരുന്നു. അതിൽ 3 അഡൾട്ട്സിന് കംഫർട്ടബിളായിട്ട് കിടക്കാനുള്ള സ്പേസും അതേപോലെ ഒരു ലോങ് സ്ലാബ് സ്പേസ് ഉണ്ടായിരുന്നു. അവിടെ പെട്ടി സാധനങ്ങളൊക്കെ വെക്കാനും അതേപോലെ ലാപ്ടോപ്പിലിരുന്ന് വർക്ക് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബാത്റൂമും. ഡെലിവറി കഴിഞ്ഞ് 2 വീക്സ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രസവരക്ഷ സ്റ്റാർട്ട് ചെയ്തത്. ഡെലിവറി കഴിഞ്ഞ് ഇത്രയ്ക്കത്തെ ദിവസമല്ലേ ആയിട്ടുള്ളൂ. അത് കാരണം നമ്മുടെ റുട്ടീനൊന്നും സെറ്റായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബേബി എണീക്കുന്നതും അവളുടെ സ്ലീപ്പ് ടൈംസ്, വേക്കപ്പ് ടൈംസ്, അപ്പം അതെല്ലാം നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ റുട്ടീനൊക്കെ എങ്ങനെയൊക്കെയോ കിടക്കുമായിരുന്നു. അങ്ങനെ എന്തായാലും 2 മണിക്ക് നമ്മുടെ അപ്പോയിൻമെൻറ്റ് പോകണമെങ്കിൽ രാവിലെ തൊട്ട് കസർത്ത് തുടങ്ങിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. കുക്കിംഗ് സ്പേസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഗ്യാസും മറ്റും വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ കൊണ്ട് കാരണം നമ്മൾ എന്താ പറയുക എല്ലാ ദിവസവും ഓർഡർ ചെയ്യുക ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ തൊട്ടടുത്ത് തന്നെ ഇമ്പീരിയൽ കിച്ചൺ എന്ന് പറഞ്ഞാൽ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉള്ള കാരണം നമ്മൾ രാവിലെയൊക്കെ ഇഡ്ഡലി, ദോശ, നെയ്റോസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ച് എനിക്ക് പാലാഴിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ആയുർവേദ സെൻറ്ററിൽ നിന്ന് തരുമായിരുന്നു. ചില ദിവസങ്ങളിൽ രാവിലെ 10 മണിക്കൊക്കെ പ്രസവരക്ഷ ഉള്ള ദിവസങ്ങളിൽ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഇതുപോലെ പൊതിച്ചോറൊക്കെ വാങ്ങിച്ച് കഴിക്കുക. ഗൈസ്, ഞാൻ പ്രസവരക്ഷയുടെ സമയത്ത് ബേബിയുടെ കുളിയുടെ കുറച്ച് വിഷ്വൽസ് ഇട്ടെങ്കിലും യൂട്യൂബ് അത് അലൗ ചെയ്തില്ല. അത് കാരണമാണ് ഞാൻ ഈ ഒരു ക്ലിപ്പ് ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഇങ്ങനെ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ പ്രസവരക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് ഞങ്ങൾ വെയിറ്റിംഗ് റൂമിലായിരിക്കും. പിന്നെ ട്രീറ്റ്മെൻറ്റ് റൂമിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും അവർ ഒന്നെങ്കിൽ ബേബി ആദ്യം വിളിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്നെ ആയിരിക്കും. മിക്ക സമയങ്ങളിലും ബേബിയാണ് ആദ്യം വിളിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ബേബിയുടെ സാധനങ്ങൾ, സോപ്പ്, ചീപ്പ്, മറ്റേ എന്താ പറയുക ഷാംപൂ, അതേപോലെ കുളിപ്പിച്ചിട്ട് തുടയ്ക്കാനുള്ള ടവല്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എനിക്കല്ലേ അറിയാവുന്നേ എങ്ങനെയാണ് പാക്ക് ചെയ്തിട്ടുള്ളത്, എവിടെ ഇരിക്കുന്നതെന്നൊക്കെ. അപ്പം അത് ലിജിക്ക് എളുപ്പമായിരുന്നു. അതായത് എൻ്റെ തെറാപ്പിസ്റ്റിന് എളുപ്പമായിരുന്നു ഞാൻ കൂടെ ഉള്ളപ്പം. അപ്പം അത് കഴിയുമ്പോഴത്തേനും ബേബിയെ കുളിപ്പിച്ച് എൻ്റെ തന്നു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോയി ഒരുക്കി അവളെ തുടച്ച് പാമ്പറൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടാണ് പിന്നെ എന്നെ കയറ്റുന്നത്. പാലാഴിയുടെ പാക്കേജ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഇൻ ഹൗസ് ആയിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ ഔട്ട് പേഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ ഔട്ട് പേഷ്യൻസിന് നോർമലി ലഞ്ച് ഇൻക്ലൂഡഡ് അല്ല സർവീസിൽ. പക്ഷെ ഞങ്ങൾ താമസിച്ച ഫ്ലാറ്റിൽ കുക്കിംഗ് ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിനുള്ള സെറ്റപ്പും ഗ്യാസ് കാര്യങ്ങളൊന്നും നമ്മൾ ഇത്ര ദിവസത്തേക്ക് ആയതുകൊണ്ട് നമ്മളിതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പാലാഴി നിന്നാകുമ്പം അവിടുത്തെ ലഞ്ച് എന്ന് പറഞ്ഞാൽ ഹോം മെയ്ഡ് ഫീലുള്ളൊരു ഫുഡല്ലേ. അത് കാരണം ലഞ്ച് നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു 1 o'clock ആ ഒരു ടൈമാണെങ്കിൽ 12 o'clock 2 o'clockനകത്താണ് നമ്മുടെ പ്രസവരക്ഷയുടെ ടൈമെങ്കിൽ ആദ്യം എന്നെ കഴിക്കാൻ അലൗ ചെയ്യും. ഫുഡ് ലഞ്ച് എനിക്ക് ഓഫർ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചേ തരത്തുള്ളൂ കേട്ടോ, കുറച്ചേ നമ്മൾ കഴിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രസവരക്ഷയുടെ തിരുമ്മലും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വയറൊക്കെ തിരുമ്മുമ്പോഴത്തെ ഈ ഫുഡ് അകത്ത് കിടക്കുമ്പോഴും അത് പ്രശ്നമാണ്. സോ വളരെ കുറച്ചും കൂടെ വിശപ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഒരു ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് തരിക. അങ്ങനെ കഴിച്ചിട്ടായിരുന്നു ഞാൻ ഒരു 5-10 മിനിറ്റ്സ് ഒരു റെസ്റ്റ് എടുത്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് അവർ കയറ്റുന്നത്. പാക്കേജിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ 2ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് പേയ്മെൻറ്റ് കഴിഞ്ഞ് സെക്കൻഡ് പേയ്മെൻറ്റിൻ്റെ കൂട്ടത്തിലാണ് ലാസ്റ്റ് ഈ ലഞ്ചിൻ്റെ പേയ്മെൻറ്റ് കൂട്ടിയിട്ടുള്ളത്. ഓക്കെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 500 rupees എന്തോ ആണ് ഈ 14 ദിവസത്തേക്കും ഫുഡും കൂടെ, അതായത് ലഞ്ച് മാത്രം
ഓക്കെ, മറ്റ് സ്നാക്സോ അല്ലെങ്കിൽ വേറെ ഒന്നും ഇൻക്ലൂഡഡ് അല്ല, ഓൺലി ലഞ്ച്. ഓക്കെ, അതും എല്ലാ ദിവസങ്ങളും ഇല്ലായിരുന്നു. കാരണം രാവിലെ പ്രസവരക്ഷ നടത്തുന്ന സമയങ്ങളിൽ ഞാൻ അവിടുന്ന് എനിക്ക് ലഞ്ച് കിട്ടാറില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ 1 മണി ആകുന്ന ടൈമിൽ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ലഞ്ച് കിട്ടുള്ളൂ. ഈ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തായിരിക്കണം അവർ റേറ്റ് ഇട്ടിട്ടുണ്ടാവുക. പിന്നെ നമ്മുടെ ബേബിയുടെ കേസിൽ ബേബിയെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്ന സമയത്ത് ഭയങ്കര കരച്ചിലാണ്. പിന്നെ പുള്ളിക്കാരി ഈ ശ്വാസം പിടിച്ച് കരയുന്നൊരു ടൈപ്പാണ്. അത് കാരണം അവളെ കരയിപ്പിച്ചുകൊണ്ട് കുളിപ്പിക്കാനും പറ്റില്ല. അവളുടെ കരച്ചിലിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചാണ് നമ്മുടെ തെറാപ്പിസ്റ്റ് ലിജി അത് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അവരുടെ സർവീസ് നല്ല സർവീസായിരുന്നു. നമ്മളെ കംഫർട്ടബിൾ ആക്കും, ബേബി ആണെങ്കിലും കംഫർട്ടബിൾ ആക്കും. എൻ്റെ കേസിലാണെങ്കിലും ബേബിയുടെ കേസിലാണെങ്കിലും വളരെ ശ്രദ്ധയോടെ തന്നെ, ഡീറ്റെയിൽസ് വളരെ ശ്രദ്ധയോടും ഒരു കെയറോടു കൂടി തന്നെയാണ് ലിജി ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിട്ടുള്ളത്. അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് സ്ലാബ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ബെഡിൽ 2 കുട്ടികളെ അറ്റ് എ ടൈം കുളിപ്പിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം. അപ്പോൾ ഈ 2 കുട്ടികളും കരച്ചില്ല. ആ കുട്ടി കരച്ചിൽ നിർത്തുമ്പോൾ ഇവളുടെ കരച്ചിൽ കേട്ട് ആ കുട്ടി കരച്ചിൽ തുടങ്ങും. നേരെ ഓപ്പോസിറ്റ്. കമിഴ്ത്തി കിടത്തുമ്പോൾ പുള്ളിക്കാരി കരച്ചിൽ നിർത്തും, തിരിച്ച് മലത്തി കിടത്തുമ്പോൾ വീണ്ടും കരച്ചിൽ തുടങ്ങും. അങ്ങനെയായിരുന്നു. ലിജി ഈ കുളിപ്പിക്കുന്ന സമയത്ത് ഞാൻ കണ്ട് പഠിച്ച് അങ്ങനെയാണ് തിരിച്ച് വീട്ടിൽ പോയതിന് ശേഷം ഞാൻ ബേബിയുടെ ആദ്യത്തെ 14 ഡേയ്സ് ചെറു ചൂടുവെള്ളത്തിൽ തുണി മുക്കിയാണ് അവളെ തുടച്ച് നമ്മളെടുത്തോളൂ. അങ്ങനെ ബേബിയെ കുളിപ്പിച്ച് റൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അച്ഛനും ഏമിക്കുട്ടിയും കൂടെ അത് നോക്കിക്കോളും. അവൾ ഉറക്കമായിരിക്കും മിക്കവാറും ആ ഒരു സുഖത്തിൽ. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഗൈസ്, എൻ്റെ പ്രസവരക്ഷ ചെയ്തത് പാലാഴിയിലാണ്. പാലാഴിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് പല യൂട്യൂബേഴ്സ് വഴി തന്നെയാണ്. നമ്മുടെ ലിൻറ്റു, റോണി, സ്വാതി, ശ്വേത ഇവരെല്ലാം ഈ സർവീസാണ് എടുത്തിരുന്നത്. സോ എനിക്ക് 7th മന്ത് ആയപ്പോൾ തന്നെ ഞാൻ ഇവരെ വിളിച്ച് ഡ്യൂ ഡേറ്റ് ഒക്കെ പറഞ്ഞു ഞാൻ സ്ലോട്ട് ബുക്ക് ചെയ്തിരുന്നു. ആദ്യം ബുക്ക് ചെയ്തിരുന്ന സമയത്ത് നോർമൽ AC റൂമാണ് പറഞ്ഞത്. അത് നമ്മൾ വീഡിയോ ഒക്കെ അവരെ കൊണ്ട് എടുത്ത് കാണിപ്പിച്ച് എങ്ങനെയുണ്ട് സ്പേസും കാര്യങ്ങളും എന്നൊക്കെ നോക്കിയിട്ടാണ് ബുക്ക് ചെയ്തത്. പക്ഷെ ഞങ്ങൾ പ്രസവരക്ഷയ്ക്കായിട്ട് അവിടെ ചെന്നെത്തിയപ്പോൾ സ്പേസ് വളരെ കുറവായിരുന്നു. വീഡിയോയിൽ കണ്ട പോലെ ആയിരുന്നില്ല. ആൻഡ് ഈവൻ ബാത്റൂം ഒക്കെ തന്നെ ആണെങ്കിലും ഒരാൾക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലം കഷ്ടി അത്രേ ഉള്ളൂ. ഞാനീ പറഞ്ഞ നോർമൽ AC റൂം എന്ന് പറയുന്നത് ഇവരുടെ വിഴിഞ്ഞത്തെ സെൻറ്ററിലുള്ള കാര്യമാണ്. അപ്പം എന്തായാലും ആ റൂമിൽ നിൽക്കാനുള്ള പ്ലാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ പല ഓപ്ഷൻസ് തങ്ങളെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഇൻഹൗസ് സർവീസ് എടുത്താലോ എന്ന് വരെ ഞങ്ങൾ ചിന്തിച്ചു. പക്ഷെ നമ്മൾ വീഡിയോയിൽ കണ്ടപ്പോഴത്തേനും അത്ര ഒരു സ്പേസ് കൺസ്ട്രെയിൻറ്റ് നമുക്ക് ഫീൽ ചെയ്തില്ല. കാരണം പെട്ടിയൊക്കെ വെച്ചാൽ തന്നെ പിന്നെ നമുക്ക് ആ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ളൊരു സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവിടെ ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് പോയി വന്ന് ചെയ്താൽ എന്താ എന്നുള്ളൊരു തോന്നൽ വന്നു. ആൻഡ് നെക്സ്റ്റ് ഡേ അവർ ഞങ്ങളടുത്ത് പറഞ്ഞു ഓക്കെ ഡീലക്സ് റൂം എന്തായാലും കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നെക്സ്റ്റ് ഡേ പൂജപ്പുരയിലെ സെൻറ്ററിൽ ഞങ്ങൾ ചെന്നു ഡീലക്സ് റൂം കാണാനായിട്ട്. പക്ഷെ അവർ പറഞ്ഞു എന്തായാലും നിങ്ങൾ വരുമല്ലേ നാളെ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഡീലക്സ് റൂമിന് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും ടോയ്ലറ്റും ആയിരുന്നു. മെയിൻലി ഞങ്ങൾ എന്താ അങ്ങനെ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അച്ഛനും ഏമിക്കുട്ടിയും ബേബിയും ഉണ്ടായിരുന്നു. സോ ഞങ്ങൾക്ക് അതിനനുസരിച്ച് സ്പേസ് വേണമായിരുന്നു. പിന്നെ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ വീഡിയോയ്ക്കകത്തൊക്കെ കുറച്ചും കൂടെ വലിപ്പമുള്ള റൂംസ് ആണല്ലോ കണ്ടേ, അതപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു സെലിബ്രിറ്റീസിനായിട്ട് വേറെ റൂംസ് ആണ് അവർക്കുള്ളത്. സോ അത് ഇച്ചിരി ഒരു ഡിസീവിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് ആസ് എ വ്യൂവർ നമ്മളിത് കണ്ടിട്ട് ചെല്ലുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത് മറ്റൊന്നാണ്. പക്ഷെ അവരുടെ സർവീസ് ഒന്നും കുറ്റം പറയാനില്ല. സർവീസ് ഇസ് റിയലി ഗുഡ്. ബട്ട് അഗെയിൻ ക്ലെൻലിനെസ് വരുമ്പോഴത്തേനും ഞാൻ 2 out of 5 റേറ്റിംഗേ കൊടുക്കുകയുള്ളൂ. സർവീസ് ഇൻ ദ സെൻസ് അവരവിടെ തരുന്ന ട്രീറ്റ്മെൻറ്റ്സ് ആയാലും അതേപോലെ നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞാലും എല്ലാം അവർ നല്ല സപ്പോർട്ട്. സോ എൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് നല്ലത് തന്നെയായിരുന്നു. എക്സെപ്റ്റ് ദാറ്റ് ക്ലെൻലിനെസ്സും പിന്നെ നോർമൽ AC റൂമിൻ്റെ ഒരു സ്പേസിങ് നമുക്ക് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു ഇതാണ്. അല്ലാണ്ട് കെയറും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നല്ലതായിരുന്നു. പിന്നെ പ്രസവരക്ഷ ഒരു കാര്യം പറയാൻ മറന്നു എന്ന് വെച്ചാൽ ആദ്യത്തെ 13 ദിവസവും നമുക്ക് മഞ്ഞളൊക്കെ ഇടുന്നത് കാരണം നല്ല മഞ്ഞിച്ചാണ് നമ്മളിരിക്കുക, നഖം ഉൾപ്പെടെ. അങ്ങനെ നമ്മുടെ പാക്കേജിൻ്റെ ലാസ്റ്റ് ദിവസം എനിക്ക് 14ാമത്തെ ദിവസം അവർ മാനിക്യൂർ പെഡിക്യൂർ ഒക്കെ ചെയ്ത് ആ മഞ്ഞളൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 15% ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ഓവർ ദ ഡേയ്സ് അത് പോയി. അങ്ങനെ 2 മണിയാകുമ്പോൾ പ്രസവരക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ 2.5 മണിക്കൂറാണ് ഏകദേശം എടുക്കുക. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലെത്തിയ ശേഷം പിന്നെ നമ്മുടെ ചായ ടൈമാണ്. അങ്ങനെ ഗൈസ് നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് പ്രസവരക്ഷയാണ്, ലാസ്റ്റ് ഡേ ഓഫ് ദ പാക്കേജ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഫ്ലാറ്റ് എല്ലാം ക്ലിയർ ചെയ്ത് ഞങ്ങൾ വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഫ്ലാറ്റിൽ നിന്നെല്ലാം കീയൊക്കെ കൊടുത്തു ഇറങ്ങി. ഇനി ഞങ്ങൾക്ക് 1.5 മണിക്കൂറത്തെ ഡ്രൈവ് ഉണ്ട് വീട്ടിലോട്ട്. വഴിയിലാണെങ്കിൽ വൈകുന്നേരത്തെ ഭയങ്കരമായ ട്രാഫിക് വേറെ. പിന്നെ നാളെയാണ് ബേബിയുടെ 28. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്ന വഴിയൊക്കെ ഞാൻ പൂക്കട നോക്കുന്നു. ചോദിച്ച കടയിലെല്ലാം പിച്ചിപ്പൂവേ ഉണ്ടായിരുന്നുള്ളൂ, മുല്ലപ്പൂ തീർന്നു. ഫൈനലി ഞങ്ങൾ പോത്തങ്കോട് എത്തിയപ്പോഴത്തേനും ഒരു കടയിൽ മുല്ലപ്പൂവും കൂടെ കിട്ടി. അതുകൊണ്ട് സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങളെ വീട്ടിലേക്ക് എത്തി. പിറ്റേ ദിവസം രാവിലെ ബേബിയുടെ 28ന്റെ തയ്യാറെടുപ്പുകളാണ്. രാവിലെ 11 മണിയോടുകൂടിയാണ് ഞങ്ങളുടെ
നൂലുകെട്ടിൻ്റെ പ്രോഗ്രാമൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തത്. അപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ നിന്നാണേലും ആ സമയത്തേക്ക് എത്തും. അപ്പോൾ എല്ലാവരും എത്തുന്ന മുന്നേ നമ്മൾ ഒരുങ്ങി റെഡിയായി ഫോട്ടോ സെഷനും കാര്യങ്ങളും ഒക്കെ ചെയ്ത് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സെറ്റായിരിക്കണം എന്നാണ് നമ്മുടെ ഒരു പ്ലാൻ. തട്ടിന് വേണ്ടിയിട്ടുള്ള ബേബിയുടെ ഡ്രസ്സോ ഞങ്ങളുടെ ഡ്രസ്സോ ഒന്നും ഞങ്ങൾ ഓർഡർ ചെയ്യോ തയ്പ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റെഡിമെയ്ഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും സംഘടിപ്പിക്കുക ചെയ്തത്. കാരണം ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ 28 ദിവസത്തിനുള്ളിൽ നമ്മൾ പ്രസവരക്ഷയ്ക്ക് പോകും, അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് കിടക്കുക, സ്റ്റിച്ചിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു സമയത്ത് ഉടുപ്പിന് വേണ്ടിയിട്ടൊന്നും കിടന്ന് ഓടാൻ പറ്റത്തില്ല, നമുക്കറിയാം. അതുകൊണ്ടൊരു നാടൻ തീമാണ് ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു സ്നേക്ക് പീക്ക് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അതിനുശേഷം ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് പൈസയൊക്കെ കുടിച്ച് കുറച്ച് ഫോട്ടോസും കൂടെ ഒക്കെ എടുത്ത് പിരിഞ്ഞു. ഏമിക്കുട്ടിയുടെ സമയത്ത് പ്രീമച്വർ ബർത്ത് ആയത് കാരണം ഇങ്ങനൊരു 28 ഫംഗ്ഷനൊന്നും നമ്മൾ നടത്തിയിരുന്നില്ല. എന്തായാലും ഇത് ഭംഗിയായിട്ടൊക്കെ നടന്നു. So thank you guys for watching and see you in another new video. Take care. Bye bye.